സ്വാഭാവികമായിട്ടും ചിന്തിക്കും, നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് നമ്മളുടെ ആ സാധാരണ തലച്ചോറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണോ ഇങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? ഒരു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു വിമാന ദുരന്തം നടന്നിട്ട് ആ ദുരന്തത്തിനകത്ത് സ്വന്തം അനുജൻ പോലും മരിച്ചു കിടക്കുമ്പോൾ ഇത്ര ലാഘവത്തോടുകൂടി കൂളായി വന്ന് ഫോൺ ചെയ്ത് നിൽക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. ഇദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പോലും ഒരടയാളങ്ങളുമില്ല. അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഓരോ മനുഷ്യനും അവനവന്റെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ തോന്നുന്നത് മാത്രമല്ല, ഏതേത് കാര്യങ്ങളിലായിരുന്നാലും ശരി, നമ്മളുടെ അഭിപ്രായങ്ങൾ, പിന്തുണകൾ, വിമർശനങ്ങൾ ഇതൊക്കെ നമുക്ക് രേഖപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ടല്ലേ എന്തേ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പാടില്ലേ? നമ്മളുടെ വേടൻ എന്ന ചെറുപ്പക്കാരൻ പ്രധാനമന്ത്രിയെ എത്ര രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ആ പറഞ്ഞതിൽ ഒരുപാട് വിരോധാഭാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊന്നുമല്ല. മറിച്ച് നമുക്ക് അറിയാം എന്താണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചത്. കപ്പൽ അപകടങ്ങളായിരുന്നാലും കപ്പല് ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ നിൽക്കുന്ന നിപ്പിൽ കപ്പല് തീ കത്തുന്നു, ചരക്ക് കപ്പൽ മുങ്ങുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ആരുടെയെങ്കിലും കൈകടത്തലുകളില്ലാതെ. ഇത് ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കുറെ എണ്ണം വന്നിട്ടുണ്ടല്ലോ അല്ലേ, തെറി വിളിക്കാൻ മാത്രമായിട്ട്. തെറിയെങ്കിലും മര്യാദയ്ക്കൊന്ന് എഴുതി പഠിക്കട, എന്നിട്ട് വായോ. നിനക്കൊക്കെ തെറികൾ മാത്രമേ അറിയൂ എന്നറിയാം. ഇനി ഒരിക്കലും നമ്മുടെ ചാനലിൽ വരാത്ത വിധത്തിലെ പുറത്താക്കാൻ നമ്മുടെ ചാനലിൽ ജൂതന്മാര് ചില കൈകടത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നേ. അതുകൊണ്ട് ഇനിയും വന്ന് നിനക്കൊക്കെ നിന്റെ ഇത്തരം ഉടായിപ്പുകളും വേഷം കെട്ടലുകളും ഇത്തരം ക്രിമിനലിസവും ഒന്നും എഴുതി, അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഒക്കെ എഴുതി ഇതിനകത്ത് അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. നീ ലൈംഗിക അവയവത്തിന്റെ പേര് പറഞ്ഞിട്ട് അത് വേണമെന്ന് ചോദിച്ചാൽ നിന്റെ ഉമ്മയോട് ചോദിക്കുക എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. പെങ്ങളും ഉമ്മയും ഒക്കെ മടുത്തോടാ എന്ന് ചോദിപ്പിക്കുകയാണ് നീയൊക്കെ. അതുകൊണ്ട് മര്യാദയ്ക്കും മാനത്തിനും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ പ്രായത്തിലെ മദ്രസയിൽ പോയി കുണ്ടനടിക്ക് വിധേയനായിട്ടുള്ള ആൾക്കാരാണ് നീയൊക്കെ. പിന്നെ നിന്റെയൊക്കെ നാവിൽ നിന്നും മര്യാദയ്ക്കുള്ള സംസാരം എന്തെങ്കിലും വരുമോ? വരില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ആളുകൾ ഇതിനകത്തേക്ക് വരരുത്. വന്നാൽ പിന്നീട് ഒരിക്കലും ഇതിനകത്തേക്ക് വരേണ്ടി വരില്ല. ഓക്കെ, അപ്പോ ഇയാളുടെ രക്ഷപ്പെടൽ, വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തി പലരെയും കണ്ണുവെട്ടിച്ച് അയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത് അയാളുടെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാകുവാണ്. അയാളാണ് അതിന്റെ പിന്നിലെന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ അത്തരത്തിൽ അഭിപ്രായമുള്ള ആളുകളുണ്ട്. തീയിട്ടിട്ട് വന്നതാണോ ബോംബിട്ടിട്ട് വന്നതാണോ എന്ന് ആളുകൾ ചോദിക്കുന്നത് വെറുതെയല്ല. ലാഘവത്തോടെ തന്റെ ഓപ്പറേഷൻ സക്സസ് ആയതിന്റെ ചാരിതാർത്ഥ്യം അയാളുടെ മുഖഭാവത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് ആർക്കും ആരിൽ നിന്നും അധികമൊന്നും മറച്ചു പിടിക്കാൻ പറ്റില്ല. വിഷ്വൽസ് എടുത്തിടും. അതുകൊണ്ട് വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തിയെ നുണ പരിശോധനയ്ക്ക്, നാർക്കോ അനാലിസിസ് എന്നാണെന്ന് തോന്നുന്നു, അതിന് വിധേയനാക്കിയാൽ മാത്രമേ ഇയാള് പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് മനസ്സിലാകൂ. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, നമ്മുടെ വണ്ടി തട്ടി ഒരു തവളയോ പൂച്ചയോ പട്ടിയോ വീണാൽ പോലും നമുക്ക് അന്നത്തെ ദിവസം പോക്കാണ്. എത്ര വിഷമമായിരിക്കും നമുക്ക്.
വല്ലാത്ത വേദനയാണ്. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് അത് വന്നല്ലോ. ഈ പൂച്ചയ്ക്കും പട്ടിക്കും തവളയ്ക്കും ഒന്നും കൊള്ളിക്കാതിരിക്കുന്നതിന് വേണ്ടി വണ്ടി വെട്ടിച്ച് പല വണ്ടികളിലും മരങ്ങളിലും ഒക്കെ പോയി ഇടിച്ചു വീഴുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നിട്ട് 242 മരണങ്ങൾ കണ്ടു. അതോ സാധാരണ മരണങ്ങളല്ല, കത്തിക്കരിഞ്ഞു കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ് കണ്ടത്. എന്നിട്ട് യാതൊരു ചലനവുമില്ലാതെ കൂളായിട്ട് വിശ്വാസ് കുമാർ രമേശ് നടന്ന് വരുന്ന ഒരു സ്ലോ മോഷനൊക്കെ ആക്കാമായിരുന്നല്ലേ. ശരി. ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം ദുരന്തത്തിൽപ്പെട്ട സംഭവത്തിൽ ഏറ്റവും പുതിയ വാർത്ത, അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയായ വിശ്വാസ് കുമാർ ആശുപത്രി വിട്ടതാണ്. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ കർശന നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് വിശ്വാസ് ഉള്ളത്. അപകടത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇനിയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുണ്ട്. വിശ്വാസ് കുമാർ രമേശ് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് നടന്നു വരുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. വെളുത്ത ടീഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസ് കുമാർ ഇടതു കൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് പ്രചരിച്ചത്. ഇതോടെ വലിയ ദുരൂഹതയും സംശയങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു. ഒരു വിമാനം തീഗോളമായി മാറിയിട്ടും എങ്ങനെ വിശ്വാസ് മാത്രം രക്ഷപ്പെട്ടു? അട്ടിമറിയുണ്ടോ? എമർജൻസി വാതിൽ തുറന്നതാണ് അപകട കാരണം എന്നിങ്ങനെ പല തരത്തിലായിരുന്നു ചർച്ചകൾ. ഈ സംശയങ്ങളെല്ലാം എമർജൻസി വാതിൽ തുറക്കാൻ പറ്റില്ല എന്ന് പൈലറ്റുമാർ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. തെറ്റാഭിപ്രായത്തിൽ ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പമുള്ളത് ക്യാപ്റ്റൻ ദിലീപ് ദേശ്മൻ സാറാണ്. സാർ, ചർച്ചയിലേക്ക് സ്വാഗതം. സാർ, അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എന്താണ് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് പല ആളുകളും സംശയം ഉന്നയിക്കുന്നത് വിശ്വാസ് കുമാർ എന്ന വ്യക്തിക്ക് മാത്രം എങ്ങനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി എന്നാണ്. ഇതിൽ ദുരൂഹതയില്ലേ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തീവ്രമായ ഒരു വിമാനത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടൽ സാധ്യമാണോ? അദ്ദേഹം ഒരു വളരെ ലക്കി മനുഷ്യൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതിൽ ദുരൂഹത ഒന്നും ഞാൻ കാണുന്നില്ല. അതൊരു സാധാരണമായ ഒരു എസ്കേപ്പ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ സീറ്റ് ഒരു സൈഡിലുള്ള സീറ്റായിരുന്നു പുള്ളിക്കാരൻ ഇരുന്നത്. അപ്പം ആ സീറ്റിന്റെ സൈഡിൽ തന്നെ രണ്ടാമത്തെ ഡോറ് ഉണ്ടായിരുന്നു. ആ വിമാനം ഇടിച്ചിറക്കിയ സമയത്ത് ആ ഡോറ് മിക്കവാറും തുറന്ന് വീണ് കാണും. ആ സമയത്തായിരിക്കും പുള്ളിക്കാരൻ ആ വഴി രക്ഷപ്പെട്ട് ഇറങ്ങി വന്നത്. സർ, ഈ എമർജൻസി ഡോർ തുറന്നത് കൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്ന് പറയുന്ന ചിലരുണ്ട്. പറന്നുയർന്ന ഒരു വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാനാകുമോ? ശരിക്കും ഒരു എമർജൻസി ഡോർ തുറന്നാൽ വിമാനം തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ടോ? ഓക്കെ, ഒരു പറക്കുന്ന വിമാനത്തിൽ നിന്ന് എമർജൻസി ഡോർ തുറക്കാൻ ആർക്കും പറ്റത്തില്ല. ഓക്കെ, ആ ഒരു വിമാനം എയറിലാണെങ്കിൽ ഒരു ഡോറും തുറക്കാൻ പറ്റത്തില്ല. ആ വിമാനം താഴെ ഇറങ്ങിയാൽ മാത്രമേ ഡോർ തുറക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സാങ്കേതിക എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും വിമാനത്തിൽ എല്ലാ വിമാനങ്ങൾക്കും ഉണ്ട്. സാറിന്റെ എക്സ്പീരിയൻസിൽ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ ഒരു വിമാനം തകർന്നു വീഴുന്നതിന് പ്രധാന കാരണം എന്തായിരിക്കും? ഒരു വിമാനം പറന്നുയർന്നിട്ട് താഴേക്ക് വീഴണമെങ്കിൽ അതിന്റെ രണ്ട് എഞ്ചിനും തകരാറിലായി കാണണം. അല്ലാതെ തകരണമെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ ഫെയിലിയർ വരണം. ഇപ്പോൾ ഒരു എയർപ്ലെയിൻ പറക്കുന്നത് അതിന്റെ എയ്ലറോൺസ് എന്ന് പറയും, അത് എയർക്രാഫ്റ്റ് തിരിക്കാൻ ടേൺ ചെയ്യാനുള്ള ഇത്, അതേപോലെ മുകളിലോട്ടും താഴോട്ടും പോകാൻ എലിവേറ്റേഴ്സും ഉണ്ട്. ഇപ്പൊ കൺട്രോൾ ഫെയിലിയർ ആണെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് തകരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഉണ്ടെങ്കിൽ രണ്ട് എഞ്ചിനും തകർന്നാൽ മാത്രമേ എയർക്രാഫ്റ്റ് താഴോട്ട് പോവുകയുള്ളൂ. സർ, ഒരു തരത്തിലുമുള്ള ചെറിയ റിസ്ക് പോലും വിമാനം പറത്തുന്നതിന് മുമ്പ് പൈലറ്റുമാർ എടുക്കാറില്ലല്ലോ. ചെറിയ തകരാറാണെങ്കിൽ പോലും പരിഹരിച്ചിട്ടല്ലേ ആ വിമാനം പറന്നുയരുക. അപ്പോൾ ഈ അപകടത്തിൽ നിന്നും നമ്മൾ എന്താണ് ഊഹിച്ചെടുക്കേണ്ടത്? വിമാനം പറന്നുയരുന്നതിന് മുമ്പ് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണ്. ആക്ച്വലി അങ്ങനെയല്ല. ഫ്ലൈങ്ങിൽ നമ്മൾ ഫ്ലൈങ്ങിന്റെ എല്ലാ എക്യുപ്മെന്റ്സിനും റിഡൻഡൻസി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു എക്യുപ്മെന്റ് ഫെയിൽ ആണെങ്കിൽ വേറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് അതിന്റെ ഡ്യൂട്ടി ടേക്ക് ഓവർ ചെയ്യാൻ. അങ്ങനെ മൾട്ടിപ്പിൾ റിഡൻഡൻസി ഉള്ള ഒരു വാഹനമാണ് ഒരു വിമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിമാനത്തിൽ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ തകരാറുണ്ടെങ്കിൽ നമ്മളതിനെ MEL എന്ന് പറയും, മിനിമം എക്യുപ്മെന്റ് ലിസ്റ്റ്. അപ്പം അതിന്റെ കമ്പനി തന്നെ മാനുഫാക്ചർ തന്നെ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലിസ്റ്റ് അനുസരിച്ച് ഒരു എക്യുപ്മെന്റ് തകരാറിലാണെങ്കിൽ പോലും വിമാനത്തിന് പറക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ആ എക്യുപ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ചെറിയ റെസ്ട്രിക്ഷൻസ് കാണും. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ ചിലപ്പോൾ 2, 3, 4, 5 ചെറിയ ചെറിയ തകരാറുകൾ MELസിൽ ആയിട്ട് വിമാനം പറക്കുന്നതിൽ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. സർ, അതുപോലെ തന്നെ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടും അപകടം സംഭവിക്കാമോ? കാരണം വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ പറയുന്നത് 12 ഡിഗ്രിയിൽ പറന്നുയർന്ന ശേഷം എയർ ഇന്ത്യ വിമാനം താഴേക്കാണ് വന്നത്. നമ്മള് കണ്ടോ, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഇതിനെ സംബന്ധിച്ച
അനലൈസേഷൻ നടത്തിയിട്ടുള്ള വിദഗ്ധർ, ഈ മേഖലയിലെ നൈപുണ്യം നേടിയ ആളുകൾ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഒരിക്കലും ഓടുന്ന ഫ്ലൈറ്റിന്റെ ഒരു വാതിലും തുറക്കാൻ സാധ്യമല്ല. പിന്നെ ഇദ്ദേഹം മാത്രം എമർജൻസി എക്സിറ്റിലൂടെ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമല്ലേ സംശയങ്ങൾ ഉണ്ടാകുന്നത്.